ഹായ് ഗായ്സ്, വെൽക്കം ടു എംജിഎസ് കണ്ടന്റ് ഫാക്ടറി. എംജിഎസ് കണ്ടന്റ് ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ എലോൺ മസ്കിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാണ് എലോൺ മസ്ക്. പക്ഷെ അതിനേക്കാളും നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ വലിയൊരു വിഷണറിയാണ്. നമ്മള് അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങള് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി പറഞ്ഞത്, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഇൻഹെബിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. ഭൂമിയിൽ ഇനി എത്ര കാലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഹ്യൂമൻ റേസിനെ എല്ലായിടത്തും എത്തിക്കണം. പുള്ളിയുടെ സയൻസ് ഫിക്ഷൻ ഡ്രീമുകളെല്ലാം എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന ചിപ്പുകളാണ്. അതിനുവേണ്ടി മാത്രം പുള്ളി ഫോം ചെയ്ത കമ്പനിയാണ് ന്യൂറാലിങ്ക്. അതിന്റെ ഫസ്റ്റ് സ്പേസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ടെലിപ്പതി എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബ്രെയിൻ വേവ്സ് യൂസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അതുപോലെ തന്നെ ഡിവൈസസിനെയൊക്കെ കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഹ്യൂമൻ ട്രയൽസ് കഴിഞ്ഞു. നോർലൻഡ് ആർബോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ, പുള്ളി പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പുള്ളിയുടെ തലച്ചോറിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. ആ വ്യക്തി ഇപ്പോ അദ്ദേഹത്തിന്റെ ബ്രെയിൻ വേവ്സ് യൂസ് ചെയ്ത് ഗെയിംസ് കളിക്കുകയും സോഷ്യൽ മീഡിയ ബ്രൗസിങ് ചെയ്യുകയും കമ്പ്യൂട്ടറിന്റെ മൗസ് അനക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളും ഇതിന്റെ അഡ്വാൻസ് ലെവലും പുള്ളിക്ക് ഈ ഒരു ന്യൂറാലിങ്ക് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് ട്രയല് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് കാഴ്ചശക്തി തിരികെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് ഈ ന്യൂറാലിങ്കിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആയിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് കൊടുത്തിട്ടുള്ള പേരാണ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള വിഷ്വൽ കോർട്ടെക്സ് ഉള്ള ആൾക്കാർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷ്വൽ കോർട്ടെക്സിലേക്ക് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ് ഈ ഡിവൈസ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ട പരീക്ഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചശക്തി തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഡിവൈസിന്റെ ഇനീഷ്യൽ സ്റ്റേജുകൾ. പക്ഷെ പുള്ളിയുടെ ആഗ്രഹങ്ങളൊന്നും ഇതിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ. പുള്ളി ഈ ന്യൂറാലിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും സൂപ്പർ പവർ കിട്ടുക എന്നുള്ളതാണ്. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ടെലിപ്പതി പവർ, സംസാരിക്കാതെ തന്നെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ, ഈ ലാംഗ്വേജസും ബാരിയേഴ്സും എല്ലാം ഇല്ലാതാക്കാനുള്ള പവർ, ഇതെല്ലാമാണ് പുള്ളിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഇതുപോലൊരു ഡിവൈസ് പ്ലാൻ ചെയ്യാൻ സമ്മതിക്കുമോ? നിങ്ങളുടെ റെസ്പോൺസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം എംജിഎസ് കണ്ടന്റ് ഫാക്ടറി.